ട്രാൻസ്ക്രിപ്ഷണൽ യൂണിറ്റിന്റെ ഡിഫറെന്റ് റീജിയൻസ് ആണ് പറയുന്നത്. പ്രൊമോട്ടർ, സ്ട്രക്ചറൽ ജീൻ ആൻഡ് ടെർമിനേറ്റർ. പ്രൊമോട്ടർ എന്താണെന്ന് അറിയുമോ? RNA ഉണ്ടാക്കുന്നത് RNA സിന്തസിസ് ആണല്ലോ. RNA സിന്തസിസിന്റെ എൻസൈം ആണ് RNA പോളിമറേസ്. ഈ RNA പോളിമറേസ് ബൈൻഡ് ചെയ്യുന്ന സൈറ്റിനെയാണ് പ്രൊമോട്ടർ എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണല്ലോ. RNA പോളിമറേസ് ബൈൻഡ് ചെയ്യുന്ന സൈറ്റിനെ വിളിക്കുന്ന പേരാണ് പ്രൊമോട്ടർ. അതുപോലെ RNA പ്രൊഡ്യൂസ് ചെയ്യുന്ന റീജിയനെ വിളിക്കുന്ന പേരാണ് സ്ട്രക്ചറൽ ജീൻ. ഈ ഒരു റീജിയനിൽ നിന്നാണ് RNA പ്രൊഡ്യൂസ് ചെയ്യുക. അതുപോലെ ഈ RNA സിന്തസിസ് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന റീജിയൻ ആണ് ടെർമിനേറ്റർ. ഓക്കെ ആണല്ലോ. RNA സിന്തസിസ് സ്റ്റോപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന റീജിയൻ ആണ് ടെർമിനേറ്റർ. അതായത് ഒന്നുകൂടി പറയാം, RNA പോളിമറേസ് ബൈൻഡ് ചെയ്ത് RNAയുടെ സിന്തസിസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന റീജിയൻ ആണ് പ്രൊമോട്ടർ. RNA ഉണ്ടാകുന്ന റീജിയൻ ആണ് സ്ട്രക്ചറൽ ജീൻ. സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന റീജിയൻ ആണ് ടെർമിനേറ്റർ. ഓക്കെ ആണല്ലോ. ഇതാണ് ട്രാൻസ്ക്രിപ്ഷണൽ യൂണിറ്റ് കാണിച്ചിരിക്കുന്നതാണ്. പ്രൊമോട്ടർ, ടെർമിനേറ്റർ, റീജിയൻ ആണ് സ്ട്രക്ചറൽ ജീൻ. ഓക്കെ ആണല്ലോ. ഈ റീജിയൻ നമ്മൾ സ്ട്രക്ചറൽ ജീൻ എന്നാണ് പറയുക. ഇവിടെ നിന്നാണ് RNA കോഡ് ചെയ്യുന്നത്. നമ്മൾ പറയാം, രണ്ട് സ്ട്രാൻഡിൽ നിന്നും RNA ഉണ്ടാകില്ല, ഏതെങ്കിലും ഒരു സ്ട്രാൻഡിൽ നിന്ന് മാത്രമേ RNA ഉണ്ടാവുകയുള്ളൂ. അത് ഏത് സ്ട്രാൻഡാണ് നമുക്ക് നോക്കാം. ഓക്കെ ആണല്ലോ. ഏത് സ്ട്രാൻഡിൽ നിന്നാണോ RNA ഉണ്ടാകുന്നത് ആ സ്ട്രാൻഡിനെ നമ്മൾ പറയുന്ന പേരാണ് ടെംപ്ലേറ്റ് സ്ട്രാൻഡ്. നമ്മൾ DNA ഉണ്ടാകുന്ന സ്ട്രാൻഡിനെയും ടെംപ്ലേറ്റ് സ്ട്രാൻഡ് എന്നാണ് പറയുന്നത്. അതുപോലെ RNA ഉണ്ടാകുന്ന സ്ട്രാൻഡിനെയും പറയുന്നത് ടെംപ്ലേറ്റ് സ്ട്രാൻഡ് എന്ന് തന്നെയാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, സിന്തസിസ് ഓഫ് RNA എല്ലായ്പ്പോഴും നടക്കുക പ്രൊമോട്ടർ ടു ടെർമിനേറ്റർ ആയിരിക്കും. 5' to 3' ഡയറക്ഷനിലുമായിരിക്കും. സിന്തസിസ് ഓഫ് RNA ഓൾവേസ് ടേക്സ് പ്ലേസ് ഫ്രം പ്രൊമോട്ടർ ടു ടെർമിനേറ്റർ 5' to 3' ഡയറക്ഷൻ. അപ്പോൾ പ്രൊമോട്ടർ ടു ടെർമിനേറ്റർ ആയിരിക്കും എല്ലായ്പ്പോഴും നടക്കുക. ഓക്കെ ആണല്ലോ. അപ്പോൾ സപ്പോസ് ഈ ഇതിലാണെന്ന് ഇരിക്കട്ടെ, ഇതിലാണ് ഈ സ്ട്രാൻഡ് ആണ് ഇവിടുത്തെ ടെംപ്ലേറ്റ് സ്ട്രാൻഡ് എന്നുണ്ടെങ്കിൽ ഏതിൽ നിന്നാണോ ടെംപ്ലേറ്റ് സ്ട്രാൻഡ് ആരാണെന്ന് അറിയാമോ? എല്ലായ്പ്പോഴും RNAയുടെ സിന്തസിസ് നടക്കുന്നത് പ്രൊമോട്ടർ ടു ടെർമിനേറ്റർ ആണ്. 5' to 3' ആണെന്ന് പറഞ്ഞു. അപ്പൊ സപ്പോസ് ഇവിടെയാണെന്നിരിക്കട്ടെ DNA റെപ്ലിക്കേഷൻ നടക്കുന്നത്. അപ്പൊ എങ്ങനെയായിരിക്കണം? 5' to 3' ഡയറക്ഷനിലായിരിക്കണം. അപ്പൊ നമുക്ക് നെക്സ്റ്റ് നോക്കാം. അപ്പൊ ഇവിടെയും 5' വരും അല്ലേ? അപ്പൊ അത് പോസിബിൾ അല്ല. ഇവിടെയും 5', ഇവിടെയും 5' പോസിബിൾ അല്ല. അപ്പോൾ ഈ സ്ട്രാൻഡ് അല്ല ടെംപ്ലേറ്റ് സ്ട്രാൻഡ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഈ സ്ട്രാൻഡ് അല്ല. ഇനി നമുക്ക് ഇതിന്റെ കേസ് നോക്കാം. ഇനി പ്രൊമോട്ടർ ടു ടെർമിനേറ്റർ മാത്രമാണ് നടക്കുക. അപ്പൊ ഇങ്ങനെയാണോ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് നോക്കാം. ഇത് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 5', ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തുകയാണെങ്കിൽ 3'. അപ്പോൾ ഓക്കെ ആണ് അല്ലേ? ആന്റി പാരലൽ നേച്ചർ ആണ്. അപ്പോൾ ഓക്കെ. അപ്പൊ ഇതിൽ നിന്ന് തന്നെയായിരിക്കും ടെംപ്ലേറ്റ് സ്ട്രാൻഡ്. ഈ ടെംപ്ലേറ്റ് സ്ട്രാൻഡ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ഈ ഒരു സ്ട്രാൻഡ് ആയിരിക്കും. അതായത് പ്രൊമോട്ടർ ടു ടെർമിനേറ്ററിൽ 3' to 5' സ്ട്രാൻഡ്. അപ്പൊ ടെംപ്ലേറ്റ് സ്ട്രാൻഡ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ആരാണ്? 3' to 5' സ്ട്രാൻഡ് ഇൻ പ്രൊമോട്ടർ ടു ടെർമിനേറ്റർ ഡയറക്ഷൻ. അതാണ് ടെംപ്ലേറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ടെംപ്ലേറ്റ് സ്ട്രാൻഡ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ആരാണ്? 3' to 5' സ്ട്രാൻഡ് ഇൻ. ഇതിൽ 3' to 5' സ്ട്രാൻഡ് ഏത് ഡയറക്ഷൻ? ഇത് 3' to 5' സ്ട്രാൻഡ് ആണ്. ഇതും 3' to 5' സ്ട്രാൻഡ് ആണ് അല്ലേ? 3' to 5' സ്ട്രാൻഡ് ഇൻ പ്രൊമോട്ടർ ടു ടെർമിനേറ്റർ. അപ്പൊ പ്രൊമോട്ടർ ടു ടെർമിനേറ്ററിൽ ഇത് 3' to 5'. പ്രൊമോട്ടർ ടു ടെർമിനേറ്റർ എടുക്കുകയാണെങ്കിൽ ഇത് 5' to 3' ആണ്. അപ്പൊ ഇത് ഒരിക്കലും ടെംപ്ലേറ്റ് സ്ട്രാൻഡ് ആവില്ല. പ്രൊമോട്ടർ ടു ടെർമിനേറ്റർ നോക്കുമ്പോൾ ഇതാണ് 3' to 5' പോകുന്ന സ്ട്രാൻഡ്. അതുകൊണ്ട് ഇതായിരിക്കും ടെംപ്ലേറ്റ് സ്ട്രാൻഡ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. ഇതാണ് ടെംപ്ലേറ്റ് സ്ട്രാൻഡ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പൊ ഏതിൽ നിന്നാണോ RNA ഉണ്ടാകുന്നത് ആ സ്ട്രാൻഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ടെംപ്ലേറ്റ് സ്ട്രാൻഡ്. സപ്പോസ് ടെംപ്ലേറ്റ് സ്ട്രാൻഡിന്റെ കോഡ് ഇതിങ്ങനെയാണ്, അല്ല സീക്വൻസ് ഇങ്ങനെയാണെന്നിരിക്കട്ടെ. A G C T C A G T എങ്ങനെയാണെന്നിരിക്കട്ടെ. അപ്പോൾ RNAയിലെ കോഡ് എന്തായിരിക്കും? ഇതിന് കോംപ്ലിമെന്ററി ആയിരിക്കും അല്ലേ? ഈ RNAയിലെ കോഡ് എങ്ങനെയായിരിക്കും? Aക്ക് കോംപ്ലിമെന്ററി തൈമിനാണ്. പക്ഷെ ഓർമ്മിക്കുക, RNAയിൽ എന്ത് വരില്ല? തൈമിൻ വരില്ല, യുറാസിൽ. ഗ്വാനിന് കോംപ്ലിമെന്ററി സൈറ്റോസിൻ, സൈറ്റോസിന് കോംപ്ലിമെന്ററി ഗ്വാനിൻ, തൈമിന് കോംപ്ലിമെന്ററി അഡിനിൻ, സൈറ്റോസിന് കോംപ്ലിമെന്ററി ഗ്വാനിൻ, ആൻഡ് അഡിനിന് കോംപ്ലിമെന്ററി അഗൈൻ തൈമിനല്ല യുറാസിലാണ് RNAയിൽ വരിക. ഗ്വാനിന് കോംപ്ലിമെന്ററി സൈറ്റോസിൻ, തൈമിന് കോംപ്ലിമെന്ററി അഡിനിൻ. ഇതായിരിക്കും RNAയുടെ സീക്വൻസ്. ഓക്കെ ആണല്ലോ. അപ്പൊ ഏത് സ്ട്രാൻഡിൽ നിന്നാണോ RNA ഉണ്ടാകുന്ന ആ സ്ട്രാൻഡിൽ നമ്മൾ വിളിക്കുന്ന പേരാണ് ടെംപ്ലേറ്റ് സ്ട്രാൻഡ് എന്ന് വിളിക്കും. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത് ടെംപ്ലേറ്റ് സ്ട്രാൻഡ് ആണെങ്കിൽ ഈ സ്ട്രാൻഡിലെ കോഡ് എങ്ങനെയായിരിക്കും? ഈ സ്ട്രാൻഡിലെ സീക്വൻസ് എങ്ങനെയായിരിക്കും ഇരിക്കുന്നത്? ഇത് അഡിനിൻ ആണെന്നുണ്ടെങ്കിൽ തൈമിൻ, ഗ്വാനിൻ ആണെങ്കിൽ സൈറ്റോസിൻ, സൈറ്റോസിൻ ആണെങ്കിൽ ഗ്വാനിൻ, തൈമിൻ ആണെങ്കിൽ അഡിനിൻ,
സൈറ്റോസിൻ ആണെങ്കിൽ കോംപ്ലിമെന്ററി ഗ്വാനിൻ, അഡിനിൻ ആണെന്നുണ്ടെങ്കിൽ തൈമിൻ, സൈറ്റോസിൻ ആണെങ്കിൽ ഗ്വാനിൻ, തൈമിൻ ആണെങ്കിൽ അഡിനിൻ. ഇങ്ങനെയായിരിക്കും ഈ സ്ട്രാൻഡിലെ സീക്വൻസ് ഇരിക്കുക. നോക്കിയോളൂ, ഈ ആർഎൻഎയുടെ സീക്വൻസും ഈ സ്ട്രാൻഡിന്റെ സീക്വൻസും സെയിം അല്ലേ? അതായത് ഇവിടെ യുറാസിലിന് പകരം തൈമിൻ വരുന്നത് മാത്രമല്ല ഉള്ളൂ. ഇതാ യുറാസിലിന് പകരം തൈമിൻ, പിന്നെ സൈറ്റോസിൻ സൈറ്റോസിൻ, ഗ്വാനിൻ ഗ്വാനിൻ, അഡിനിൻ അഡിനിൻ, ഗ്വാനിൻ ഗ്വാനിൻ, യുറാസിൽ തൈമിൻ. കാര്യം തൈമിന് പകരം യുറാസിലാണ് ആർഎൻഎയിൽ വരിക. അഗെയിൻ ഗ്വാനിൻ ഇവിടെ സൈറ്റോസിൻ വരും അല്ലേ? തെറ്റിപ്പോയിരുന്നു. സൈറ്റോസിൻ സൈറ്റോസിൻ, അഡിനിൻ അഡിനിൻ. അപ്പൊ നോക്കിക്കോളൂ, ഈ ആർഎൻഎയുടെ ഉള്ള സീക്വൻസും ഈ സ്ട്രാൻഡിന്റെ സീക്വൻസും സെയിം ആണ്. അതുകൊണ്ട് നമ്മൾ ഈ സ്ട്രാൻഡിനെ വിളിക്കും കോഡിംഗ് സ്ട്രാൻഡ് എന്ന് വിളിക്കും. കാര്യം ഇതിന്റെയും സീക്വൻസ് സെയിം ആയതുകൊണ്ട് നമ്മൾ ഇതിനെ വിളിക്കും കോഡിംഗ് സ്ട്രാൻഡ്. ഓക്കെ ആണല്ലോ? അപ്പൊ ശരിക്കും ആർഎൻഎ ഉണ്ടാകുന്ന സ്ട്രാൻഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ടെംപ്ലേറ്റ് സ്ട്രാൻഡ്. അപ്പൊ കോഡിംഗ് സ്ട്രാൻഡ് ഡെഫിനിഷൻ കേൾക്കണം, വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. കോഡിംഗ് സ്ട്രാൻഡിന്റെ ഡെഫിനിഷൻ, ടെംപ്ലേറ്റ് സ്ട്രാൻഡ് ഡെഫിനിഷൻ എന്താ? സ്ട്രാൻഡ് which act as template for RNA synthesis. അതിനെ വിളിക്കുന്ന പേരാണ് ടെംപ്ലേറ്റ് സ്ട്രാൻഡ്. എന്നാൽ കോഡിംഗ് സ്ട്രാൻഡ് എന്ന് പറയുമ്പോൾ സ്ട്രാൻഡ് which does not code for anything is called as കോഡിംഗ് സ്ട്രാൻഡ്. സ്ട്രാൻഡ് which does not code for, ഇതൊന്നിനെയും കോഡ് ചെയ്യുന്നില്ല, ആ സ്ട്രാൻഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോഡിംഗ് സ്ട്രാൻഡ്. കോഡിംഗ് സ്ട്രാൻഡ് 5' to 3' സ്ട്രാൻഡ് ആയിരിക്കും. ടെംപ്ലേറ്റ് സ്ട്രാൻഡ് 3' to 5' സ്ട്രാൻഡ് ആയിരിക്കും. ഏത് ഡയറക്ഷൻ? പ്രൊമോട്ടർ ടു ടെർമിനേറ്ററിൽ 3' to 5' സ്ട്രാൻഡ് ആയിരിക്കും ടെംപ്ലേറ്റ് സ്ട്രാൻഡ്, ആൻഡ് 5' to 3' സ്ട്രാൻഡ് ആയിരിക്കും കോഡിംഗ് സ്ട്രാൻഡ്. ഓക്കെ ആണല്ലോ? ഇനിയും പ്രൊമോട്ടറിന്റെയും ടെർമിനേറ്ററിന്റെയും ഡയറക്ഷൻ അത് എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് പറയുകയാണ്. ടെർമിനേറ്റർ ഈസ് സിറ്റുവേറ്റഡ് ടുവേർഡ്സ്, എവിടെയാണ്? ഇത് 3' കോഡിംഗ് സ്ട്രാൻഡ് വെച്ച് നമ്മൾ പറയുന്നത്. കോഡിംഗ് സ്ട്രാൻഡ് ഒന്നിനെയും കോഡ് ചെയ്യുന്നില്ല, അപ്പൊ അതിനൊരു പ്രയോറിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് ടെംപ്ലേറ്റ് സ്ട്രാൻഡിനെയും ടെർമിനേറ്ററിനെയും പ്രൊമോട്ടറിനെയും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഇതിന്റെ ബേസിലാണ്. ഇതിന്റെ എവിടെ കാണുന്നു? ഇതിന്റെ എന്താണ്? 3' പൊസിഷൻ അല്ലെ? ഇതിന്റെ 3' പൊസിഷനിലാണ് ആര് കാണുന്നത്? ടെർമിനേറ്റർ കാണുക, പ്രൊമോട്ടർ കാണുന്നു ഇതിന്റെ 5' പൊസിഷൻ. ഓക്കെ ആണല്ലോ? അപ്പൊ കോഡിംഗ് സ്ട്രാൻഡിന്റെ 3' പൊസിഷനിലാണ് ടെർമിനേറ്റർ കാണുന്നത്. ടെർമിനേറ്റർ ഈസ് പ്രസന്റ് at 3' end of coding strand. Terminator is present at 3' end of coding strand. ഈ 3' എൻഡിനെ നമ്മൾ പറയും താഴെ എന്നുള്ള ഇതിന് വേണ്ടിയിട്ട് എന്നൊരു മീനിങ് വരുന്ന രീതിയിൽ നമ്മൾ പറയും ഡൗൺ സ്ട്രീം എന്ന് വിളിക്കും. ഓക്കെ ആണല്ലോ? ഈ താഴെ, അതായത് 3' എൻഡ് എന്നുള്ളതിന് പകരം നമ്മൾ പറഞ്ഞ വേറൊരു ടേം ആണ് ഡൗൺ സ്ട്രീം. ഓക്കെ ആണല്ലോ? അതുപോലെ പ്രൊമോട്ടറിന്റെ കേസ് നമ്മൾ പറയുകയാണെങ്കിൽ പ്രൊമോട്ടർ ഈസ് സിറ്റുവേറ്റഡ് അല്ലെങ്കിൽ പ്രൊമോട്ടർ ഈസ് പ്രസന്റ് അറ്റ് 5' end of coding strand എന്ന് നമുക്ക് പറയാം. ഓക്കെ ആണല്ലോ? ടെർമിനേറ്റർ ഈസ് പ്രസന്റ് അറ്റ് 3' end. 3' end means ഡൗൺ സ്ട്രീം എൻഡ് എന്ന് നമുക്ക് പറയാം ഓഫ് കോഡിംഗ് സ്ട്രാൻഡ്. അതുപോലെ നമ്മൾ പറയുന്നതാണ് പ്രൊമോട്ടർ ഇതിരിക്കുന്നത് കോഡിംഗ് സ്ട്രാൻഡിന്റെ 5' end ആണ്. ഈ 5' end നമുക്ക് വിളിക്കാം അപ്സ്ട്രീം എന്ന് വിളിക്കാം. ഓക്കെ ആണല്ലോ? 3' end നമുക്ക് ഡൗൺ സ്ട്രീം എന്നും 5' end നമുക്ക് അപ്സ്ട്രീം എന്നും വിളിക്കാം. ഓക്കെ ആണല്ലോ? ഇതിലാണ് രണ്ടുപേരുടെയും പൊസിഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പൊ കോഡിംഗ് സ്ട്രാൻഡിന്റെ ബേസിലാണ് നമ്മൾ ടെർമിനേറ്ററിന്റെയും പ്രൊമോട്ടറിന്റെയും പൊസിഷൻ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, പൊസിഷൻ ഡിഫൈൻ ചെയ്യുന്നത് ഈ കോഡിംഗ് സ്ട്രാൻഡിനെ വെച്ചിട്ടാണ്. എന്തായിരുന്നു കോഡിംഗ് സ്ട്രാൻഡ്? which does not code for anything. ഒന്നിനെയും കോഡ് ചെയ്യാത്ത സ്ട്രാൻഡിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? കോഡിംഗ് സ്ട്രാൻഡ് എന്ന് വിളിക്കുക. അപ്പൊ RNA കോഡ് ചെയ്യുന്ന ആരാ? ശരിക്കും ടെംപ്ലേറ്റ് സ്ട്രാൻഡ് ആണ് RNA കോഡ് ചെയ്യുന്നത്. ടെംപ്ലേറ്റ് സ്ട്രാൻഡിൽ നിന്നാണ് RNA ഉണ്ടാകുന്നത്. ഓക്കെ ആണല്ലോ? അപ്പൊ ഇത്രയാണ് നമ്മൾ പൊസിഷൻ പറയുന്നത്, ടെർമിനേറ്ററിന്റെയും പ്രൊമോട്ടറിന്റെയും പൊസിഷൻ. ഇനി അടുത്ത് പറഞ്ഞ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്, ഈ പ്രൊമോട്ടറിന്റെ പൊസിഷൻ ഇവിടെയും ടെർമിനേറ്ററിന്റെ പൊസിഷൻ ഇവിടെയും മാറ്റിക്കഴിഞ്ഞാൽ, നേരെ നമ്മൾ അങ്ങ് മാറ്റിക്കഴിഞ്ഞാൽ, പൊസിഷൻ മാറ്റിക്കഴിഞ്ഞാൽ ഇതെല്ലാം തിരിയും. ഓക്കെ ആണല്ലോ? നമ്മൾ ഈ പൊസിഷൻ മാറ്റിക്കഴിഞ്ഞാൽ ഇതാവൂല ടെംപ്ലേറ്റ് സ്ട്രാൻഡ്, നേരെ ഇതാവും ടെംപ്ലേറ്റ് സ്ട്രാൻഡ്, ഇതാവും കോഡിംഗ് സ്ട്രാൻഡ്. ശരിയാണല്ലോ? അതായത് നമ്മൾ പ്രൊമോട്ടറിന്റെയും പ്രൊമോട്ടറിന്റെയും ടെർമിനേറ്ററിന്റെയും പൊസിഷൻ സ്വിച്ച് ചെയ്യുകയാണെങ്കിൽ, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുകയാണെങ്കിൽ, പ്രൊമോട്ടറിന്റെയും ടെർമിനേറ്ററിന്റെയും പൊസിഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ സ്വിച്ച് ചെയ്യുകയാണെങ്കിൽ, അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ മാറ്റുകയാണെന്നുണ്ടെങ്കിൽ
ഇതിന്റെ ഡയറക്ഷൻ ഫുൾ എന്താകും? റിവേഴ്സ് ആകും. ഓക്കെ ആണല്ലോ? ഈ ട്രാൻസ്ക്രിപ്ഷന്റെ ഡയറക്ഷൻ ഫുള്ള് റിവേഴ്സ് ആകും. കോഡിംഗ് സ്റ്റാൻഡ് ടെംപ്ലേറ്റ് സ്റ്റാൻഡ് ആകും, ടെംപ്ലേറ്റ് സ്റ്റാൻഡ് കോഡിംഗ് സ്റ്റാൻഡ് ആകും. എപ്പോൾ? ഈ പ്രൊമോട്ടറിനെ എടുത്ത് ഇവിടെയും വെക്കുന്നു, ടെർമിനേറ്ററിനെ എടുത്ത് ഇവിടെയും വെച്ച് കഴിഞ്ഞാൽ. ഓക്കെ ആണല്ലോ? കാര്യം എല്ലായ്പ്പോഴും പ്രൊമോട്ടർ ടു ടെർമിനേറ്റർ ആയിരിക്കും RNA സിന്തസിസ് നടക്കുക. നമ്മൾ ലാസ്റ്റ് പറഞ്ഞ പോയിന്റ് ഇതാണ്. പ്രൊമോട്ടറിന്റെയും ടെർമിനേറ്ററിന്റെയും പൊസിഷൻ സ്വിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, പൊസിഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ എല്ലാ ഡയറക്ഷനും ഈ RNA സിന്തസിന്റെ ഒക്കെ ഡയറക്ഷൻ എല്ലാം മാറും. ഇത് ടെംപ്ലേറ്റ് ആകും, ഇത് കോഡിംഗ് സ്റ്റാൻഡ് ആകും, ഇത് ടെംപ്ലേറ്റ് സ്റ്റാൻഡ് ആകും, അങ്ങനെ എല്ലാം റിവേഴ്സ്ഡ് ആകും. ഓക്കെ ആണല്ലോ? നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന രണ്ട് ടേംസ് ആണ്. എന്താണ് ജീൻ, എന്താണ് സിസ്ട്രോൺ. ഈ രണ്ട് പോയിന്റ്സ് ആണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നത്. ജീൻ എന്താണ്, സിസ്ട്രോൺ എന്താണ്. ഓക്കെ ആണല്ലോ? RNA കോഡിംഗ് റീജിയനെ വിളിക്കുന്ന പേരാണ് RNA കോഡിംഗ് റീജിയൻ ഓഫ് DNA. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു എന്താണ് ജീൻ? ഫങ്ഷണൽ റീജിയൻസ് ഓർ ആക്റ്റീവ് റീജിയൻസ് ഓഫ് DNA which code for RNA എന്ന് പറഞ്ഞു അല്ലേ? അതുപോലെ RNA കോഡിംഗ് റീജിയൻ ഓഫ് DNA that is called as gene. ഇതിപ്പോ ഒരു DNA ആണെന്നിരിക്കട്ടെ. ഈ DNA ഇത്രയും പോർഷനിൽ നിന്നും ഒരു RNA കോഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വിളിക്കാം ഇറ്റ്സ് എ ജീൻ എന്ന് വിളിക്കാം. സപ്പോസ് ഇപ്പൊ ഇവിടുന്ന് mRNA ആണ് കോഡ് ചെയ്യുന്നിരിക്കട്ടെ. സപ്പോസ് ഇവിടെ നിന്നും ഒരു tRNA ആണ് കോഡ് ചെയ്യുന്നിരിക്കട്ടെ. സപ്പോസ് ഇവിടെ നിന്നും ഒരു rRNA ആണ് കോഡ് ചെയ്യുന്നിരിക്കട്ടെ. അപ്പൊ നമുക്ക് എന്ത് വിളിക്കാം? ഇതും ഒരു ജീൻ ആണെന്ന് വിളിക്കാം. RNA കോഡിംഗ് റീജിയൻ ഓഫ് DNA that is called as gene. എന്നാൽ സിസ്ട്രോൺ എന്തെന്നാൽ that is പ്രോട്ടീൻ കോഡിംഗ് റീജിയനെ വിളിക്കുന്ന പേരാണ് സിസ്ട്രോൺ. പ്രോട്ടീൻ കോഡിംഗ് റീജിയൻ that is called as സിസ്ട്രോൺ. അപ്പൊ പ്രോട്ടീൻ കോഡിംഗ് റീജിയൻ ഓഫ് RNA ആകാം, അതുപോലെ DNA-യും ആകാം. കാര്യം ഈ mRNA മാത്രമാണ് പ്രോട്ടീനെ കോഡ് ചെയ്യുക. ഓക്കെ ആണല്ലോ? അപ്പൊ ഇവിടെ നമുക്ക് പറയാം സിസ്ട്രോൺ ഉണ്ടെന്ന് പറയാം. ഇത് ഇവിടെ നിന്നാണ് ഇരിക്കുന്നതെങ്കിൽ നമുക്ക് പറയാം ഇവിടെയും mRNA കോഡ് ചെയ്ത് പ്രോട്ടീനെ കോഡ് ചെയ്യുമല്ലോ. അപ്പൊ ഇവിടെയും നമുക്ക് എന്ത് പറയാം? സിസ്ട്രോൺ ഉണ്ട് എന്ന് പറയാം. പക്ഷെ ഇത് പ്രോട്ടീനെ കോഡ് ചെയ്യുന്നില്ല, അതുകൊണ്ട് ഇവിടെ സിസ്ട്രോൺ ഇല്ല, ഇവിടെയും സിസ്ട്രോൺ ഇല്ല. ഇതും പ്രോട്ടീനെ കോഡ് ചെയ്യുന്നില്ല, ഇവിടെയും സിസ്ട്രോൺ ഇല്ല, ഇവിടെയും സിസ്ട്രോൺ ഇല്ല. എന്നാൽ mRNA പ്രോട്ടീനെ കോഡ് ചെയ്യുന്നു, അതുകൊണ്ട് mRNA-ക്കുള്ളിൽ സിസ്ട്രോൺ ഉണ്ട്. ഈ mRNA വരുന്ന ഈ DNA-യിലാണല്ലോ, അതുകൊണ്ട് നമുക്ക് പറയാം ഇവിടെയും സിസ്ട്രോൺ ഉണ്ടെന്ന് പറയാം. ഓക്കെ ആണല്ലോ? അപ്പൊ പ്രോട്ടീൻ കോഡിംഗ് റീജിയൻ is called as സിസ്ട്രോൺ and RNA കോഡിംഗ് റീജിയൻ is called as ജീൻ. ഇനി പറയുന്നത്, അപ്പൊ നമ്മൾ സിസ്ട്രോൺ എന്താണ്, ജീൻ എന്താണ് എന്ന് നമ്മൾ പറഞ്ഞു. അടുത്ത് നമ്മൾ പറയുന്നത് ഒരു യൂക്കാരിയോട്ടിക് mRNA എടുക്കുകയാണെങ്കിൽ യൂക്കാരിയോട്ടിക് mRNA that code for a single protein. എന്നാൽ പ്രോക്യാരിയോട്ടിക് മോസ്റ്റ് ഓഫ് ദ പ്രോക്യാരിയോട്ടിക് mRNA-യും മെനി പ്രോട്ടീൻസിനെ ആയിരിക്കും കോഡ് ചെയ്യുക, അല്ലെങ്കിൽ മോർ ദാൻ വൺ പ്രോട്ടീനെ ആയിരിക്കും കോഡ് ചെയ്യുക. ഓക്കെ ആണല്ലോ? യൂക്കാരിയോട്ടിക് mRNA സിംഗിൾ പ്രോട്ടീനെ കോഡ് ചെയ്യുമ്പോൾ പ്രോക്യാരിയോട്ടിക് mRNA മോസ്റ്റ് ഓഫ് ദ കേസിലും മോർ ദാൻ വൺ പ്രോട്ടീനെ ആയിരിക്കും കോഡ് ചെയ്യുക. ഓക്കെ ആണല്ലോ? യൂക്കാരിയോട്ടിക് mRNA code for a single protein while most of the prokaryotic mRNA code more than one protein. അതുകൊണ്ട് നമ്മൾ യൂക്കാരിയോട്ടിക് mRNA പറയും ഒരു പ്രോട്ടീനെ കോഡ് ചെയ്യുമ്പോൾ നമ്മൾ അതിനെ വിളിക്കും മോണോസിസ്ട്രോണിക് mRNA. മോണോസിസ്ട്രോണിക് mRNA എന്ന് വിളിക്കും. കാര്യം മോണോ മീൻസ് വൺ, സിസ്ട്രോൺ മീൻസ് പ്രോട്ടീൻ കോഡിംഗ് റീജിയൻ. അപ്പോൾ ഒരു പ്രോട്ടീൻ കോഡിംഗ് റീജിയൻ മാത്രമേ ഉള്ളെങ്കിൽ നമ്മൾ അതിനെ മോണോസിസ്ട്രോണിക് mRNA എന്ന് വിളിക്കും. എക്സാമ്പിൾ ആണ് യൂക്കാരിയോട്ടിക് mRNA. എന്നാൽ പ്രോക്യാരിയോട്ടിക് mRNA അത് കുറെ മോർ ദാൻ വൺ പ്രോട്ടീനെ കോഡ് ചെയ്യും. അതുകൊണ്ട് നമ്മൾ അതിനെ വിളിക്കും മോർ ദാൻ വൺ പോളിസിസ്ട്രോണിക് mRNA. പോളിസിസ്ട്രോണിക് mRNA. പ്രോക്യാരിയോട്ടിക് mRNA is called as പോളിസിസ്ട്രോണിക് mRNA. ഓക്കെ ആണല്ലോ? നമ്മൾ ഇനി പറയുന്നത് പ്രോസസ് ഓഫ് ട്രാൻസ്ക്രിപ്ഷൻ ആണ്. ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സാണ് പറയുന്നത്. നമുക്ക് 3 സ്റ്റെപ്പായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഇനിഷ്യേഷൻ, ഇലോങ്ങേഷൻ, ടെർമിനേഷൻ. ഇനിഷ്യേഷൻ, ഇലോങ്ങേഷൻ, ടെർമിനേഷൻ. നമുക്കറിയാം പ്രോസസ് ഓഫ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുമ്പോൾ RNA ഉണ്ടാകുന്ന പ്രോസസ്സാണ്. ഇത് ചെയ്യുന്ന എൻസൈം RNA പോളിമറേസ് ആണ് നമുക്കറിയാം. ഓക്കെ ആണല്ലോ? നമ്മൾ ഫസ്റ്റ് പറയുന്നത് ഇനിഷ്യേഷൻ ആണ്. ഈ ഇനിഷ്യേഷന്റെ ടൈമിൽ RNA പോളിമറേസ് പ്രൊമോട്ടറിലേക്ക് ബൈൻഡ് ചെയ്യുന്നു. നമ്മൾ പറഞ്ഞു എന്താണ് പ്രൊമോട്ടർ എന്ന്. RNA പോളിമറേസ് ബൈൻഡ് ചെയ്യാനായിട്ടുള്ള സ്ഥലമാണ് പ്രൊമോട്ടർ എന്ന് പറഞ്ഞു.
ഇതാണ് ഇനിഷ്യേഷൻ നടക്കുക. RNA polymerase binds to promoter. ഇനി RNA polymerase തനിയെ ബൈൻഡ് ചെയ്യാൻ കഴിയില്ല. വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഫാക്ടർ, ഒരു എക്സ്ട്രാ ഒരു പ്രോട്ടീൻ വരും. ഒരു എക്സ്ട്രാ ഒരു പ്രോട്ടീൻ കൂടി ഈ പ്രോസസ്സിന് ഹെൽപ്പ് ചെയ്യും. വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ പ്രോട്ടീൻ. ആ പ്രോട്ടീനെ പറയുന്ന പേരാണ് ഇനിഷ്യേഷൻ ഫാക്ടർ. ഇനിഷ്യേഷൻ ഫാക്ടർ അല്ലെങ്കിൽ സിഗ്മ ഫാക്ടർ. ഇനിഷ്യേഷൻ ഫാക്ടർ ഓർ സിഗ്മ ഫാക്ടർ. ഓക്കെ ആണല്ലോ? അതാണ് ഇനിഷ്യേഷൻ. RNA പോളിമറേസ് പ്രൊമോട്ടറിലേക്ക് ബൈൻഡ് ചെയ്യുന്നു. ഇങ്ങനെ ബൈൻഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോട്ടീൻ ആണ് ഇനിഷ്യേഷൻ ഫാക്ടർ അല്ലെങ്കിൽ സിഗ്മ ഫാക്ടർ എന്നാണ് പറയുന്നത്. അപ്പൊ സിഗ്മ ഫാക്ടറിന്റെ ഹെൽപ്പോട് കൂടി, സപ്പോസ് സിഗ്മ ഫാക്ടർ ആണെന്നിരിക്കട്ടെ, ഈ സിഗ്മ ഫാക്ടറിന്റെ ഹെൽപ്പോട് കൂടി RNA പോളിമറേസ് പ്രൊമോട്ടറിലേക്ക് ബൈൻഡ് ചെയ്യുന്നു. ഇതാണ് ഇനിഷ്യേഷൻ. ഓക്കെ ആണല്ലോ? അപ്പൊ നമ്മൾ സിഗ്മ ഫാക്ടറിനെ വിളിക്കുന്ന പേരാണ് ഇനിഷ്യേഷൻ ഫാക്ടർ. ഇനിഷ്യേഷൻ ഫാക്ടർ is also called as sigma factor. ഇനി സെക്കൻഡ് ആണ് ഇലോങ്ങേഷൻ. ഇലോങ്ങേഷൻ RNA പോളിമറേസ് RNA ഉണ്ടാക്കുന്നു. RNA പോളിമറേസ് RNA ഉണ്ടാക്കുന്നു. ആണ് ഇവിടെ നടക്കുന്ന കാര്യം സിന്തസിസ് ഓഫ് RNA. നടക്കുന്നത് 5' to 3' ഡയറക്ഷൻ. സിന്തസിസ് ഓഫ് RNA in 5' to 3' ഡയറക്ഷൻ. ഓക്കെ ആണല്ലോ? ഇത് പ്രൊമോട്ടറിലേക്കാണ് ബൈൻഡ് ചെയ്യുന്നത്. ഇനി ടെർമിനേഷൻ വെച്ചാൽ അവസാനിപ്പിക്കുക ആണല്ലോ. ടെർമിനേഷൻ ഹെൽപ്പ് ചെയ്യുന്ന സീക്വൻസ് ആണ് ടെർമിനേറ്റർ സീക്വൻസ്. അങ്ങനെ RNA പോളിമറേസ് മൂവ് ചെയ്ത് ഫൈനലി എവിടെ എത്തും? ടെർമിനേറ്ററിൽ എത്തുന്നു. ഓക്കെ ആണല്ലോ? അപ്പോൾ ടെർമിനേഷന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോട്ടീൻ ഉണ്ട്. ഇതുപോലെ സിഗ്മ പറഞ്ഞതുപോലെ തന്നെ ഒരു പ്രോട്ടീൻ ഉണ്ട്. ആണ് റോ ഫാക്ടർ എന്ന് പറയുന്നത് പ്രോട്ടീൻ. അപ്പോൾ ടെർമിനേഷൻ എന്ന് പറയുമ്പോൾ ടെർമിനലൈസേഷൻ അവസാനിക്കുന്നു. ഓക്കെ, അപ്പൊ അത് സ്റ്റോപ്പ് ചെയ്യുകയാണ്. RNA പോളിമറേസ് സ്റ്റോപ്പ് ചെയ്യുകയാണ്. RNA സിന്തസിസ് സ്റ്റോപ്പ് ചെയ്യുകയാണ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ പ്രോട്ടീൻ. ആ പ്രോട്ടീനെ പറയുന്ന പേരാണ് ടെർമിനേഷൻ ഫാക്ടർ. ഓൾസോ കോൾഡ് as റോ ഫാക്ടർ. ടെർമിനേഷൻ ഫാക്ടർ അല്ലെങ്കിൽ റോ ഫാക്ടർ. അപ്പൊ സിഗ്മ ഫാക്ടർ ഇനിഷ്യേഷൻ ഫാക്ടർ ആണ്. റോ ഫാക്ടർ ടെർമിനേഷന് ഹെൽപ്പ് ചെയ്യുന്ന ടെർമിനേഷൻ ഫാക്ടർ ആണ്. അപ്പൊ ഇതാണ് 3 സ്റ്റെപ്പ്. ഇനിഷ്യേഷനിൽ RNA പോളിമറേസ് പ്രൊമോട്ടറിലേക്ക് ബൈൻഡ് ചെയ്യുന്നു വിത്ത് ദ ഹെൽപ്പ് ഓഫ് സിഗ്മ ഫാക്ടർ. അതാണ് ഇനിഷ്യേഷൻ. ഇലോങ്ങേഷൻ ഇങ്ങനെ ടെംപ്ലേറ്റ് സ്റ്റാൻഡുകൾ മൂവ് ചെയ്ത് RNA സിന്തസൈസ് ചെയ്യും. ഫൈനലി ടെർമിനേറ്ററിൽ എത്തുമ്പോഴേക്കും അവിടെ റോ ഫാക്ടർ ബൈൻഡ് ചെയ്യും. റോ ഫാക്ടർ ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ RNA സിന്തസിസ് അവസാനിക്കും. ഇതാണ് 3 സ്റ്റെപ്പുകൾ: ഇനിഷ്യേഷൻ, ഇലോങ്ങേഷൻ ആൻഡ് ടെർമിനേഷൻ. ഓക്കെ, നമുക്കിത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നമ്മുടെ NCERT ടെക്സ്റ്റിലെ പേജ് നമ്പർ 109 ഫിഗർ നമ്പർ 6.10 ഈ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. പ്രോസസ് ഓഫ് ട്രാൻസ്ക്രിപ്ഷൻ, ഇനിഷ്യേഷൻ, ഇലോങ്ങേഷൻ, ടെർമിനേഷൻ, ഈ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് പേജ് നമ്പർ 109 ഫിഗർ നമ്പർ 6.10 ഈ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അടുത്ത നമ്മൾ പറയുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ പ്രോകാരിയോട്ടിക് ആൻഡ് യൂകാരിയോട്ടിക് ട്രാൻസ്ക്രിപ്ഷൻ. പ്രോകാരിയോട്ടിക് ട്രാൻസ്ക്രിപ്ഷനും യൂകാരിയോട്ടിക് ട്രാൻസ്ക്രിപ്ഷനും തമ്മിലുള്ള ഡിഫറൻസ് ആണ് പറയുന്നത്. ഇതിൽ 3 ഡിഫറൻസ് ആണുള്ളത്. ഫസ്റ്റ് വൺ പറയുന്നതാണ് പ്രോകാരിയോട്ടിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് RNA ഉണ്ടാക്കാൻ വേണ്ടി mRNA, rRNA, tRNA ഡിഫറെന്റ് ടൈപ്സ് ഓഫ് RNA ഉണ്ടാക്കാൻ വേണ്ടി ഒരു RNA പോളിമറേസ് മാത്രമേ ഉള്ളൂ. A single RNA polymerase is involved in prokaryotes. Prokaryotes ഒരു സിംഗിൾ RNA പോളിമറേസ് മാത്രമേ പ്രോകാരിയോട്സിൽ കാണുന്നുള്ളൂ. ഇവരാണ് എന്തിനുണ്ടാക്കുക? mRNA, മെയിൻ ആയിട്ടുള്ള mRNA, tRNA and rRNA ഉണ്ടാക്കാൻ വേണ്ടി വന്നത് ഒറ്റയൊരു RNA പോളിമറേസ് ആണ്. എന്നാൽ ഈ യൂകാരിയോട്സ് എടുക്കുകയാണെങ്കിൽ in eukaryotes 3 different RNA
polymerase 1, RNA polymerase 2, RNA polymerase 3. And mainly മൂന്ന് ആൾക്കാരാണ് വരുന്നത്. RNA polymerase 1, RNA polymerase 2 and RNA polymerase 3. ഓക്കേ ആണല്ലോ. ഇനി പറയുകയാണെങ്കിൽ RNA polymerase 1 കോഡ് ചെയ്യുന്നത് മെയിൻലി RNA ആണ്. ഇനി നമ്മൾ RNA യൂക്കാരിയോട്സിന്റെ കേസിൽ RNA എടുത്തു കഴിഞ്ഞാൽ യൂക്കാരിയോട്സിന്റെ കേസിൽ RNA എടുത്തു കഴിഞ്ഞാൽ അതിന് ഡിഫറെന്റ് കമ്പോണന്റ്സ് ഉണ്ട്. 28 is RNA, 18 is RNA, 5.8 is RNA and 5 is RNA. ഇത്രയും കമ്പോണന്റ്സ് കൂടി ചേർന്നാണ് യൂക്കാരിയോട്സിന്റെ RNA എന്ന് പറയുന്നത്. 28 is RNA, 18 is RNA, 5.8 is RNA. നോക്കിക്കേ, ഇതിന് പോലെ 8 ഉണ്ട്, ഇതിന് പോലെ 8 ഉണ്ട്, ഇതിന് പോലെ 8 ഉണ്ട്. എന്നാൽ ഈ സാധനത്തിന് മാത്രം 8 ഇല്ല. ഈ 8 ഉള്ള എല്ലാവരെയും മാത്രമാണ് RNA polymerase 1 അത് ട്രാൻസ്ക്രൈബ് ചെയ്യുന്നത്. അപ്പോൾ ആരെയൊക്കെയാണ് ഇത് ട്രാൻസ്ക്രൈബ് ചെയ്യുന്നത്? 28 is RNA, 18 is RNA and 5.8 is RNA. അപ്പോൾ ഇവരെ ആരുണ്ടാക്കും? നമ്മൾ പിന്നീട് പറയും. ഇവരെ ആരുണ്ടാക്കുന്നുള്ള കാര്യം നമ്മൾ പിന്നീട് പറയും. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത പറയുന്നത് RNA polymerase 2 കേസാണ് നമ്മൾ പറയുന്നത്. RNA polymerase 2 നമ്മൾ മെയിൻലി പറയുകയാണെങ്കിൽ hnRNA എന്ന് പറയുന്നത് RNA ഉണ്ടാക്കുന്നത്. എന്താണ് hnRNA എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെട്രോജീനസ് ആയിട്ടുള്ള RNA, ഹോമോജീനസ് അല്ലാത്ത RNA. അപ്പോൾ ഹോമോജീനസ് ആയിട്ടുള്ള RNA എന്ന് പറയുമ്പോൾ mRNA. ആ mRNA ഉണ്ടാകുന്ന RNA വരുന്ന പേരാണ് ഹെട്രോജീനസ് RNA. ഇതിനെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കുറച്ച് കഴിയുമ്പോഴായിരിക്കും നമ്മൾ പറയാം. ഫർദർ പോർഷൻസിലായിരിക്കും, ഫർദർ ടോപ്പിക്സിലായിരിക്കും നമ്മൾ ഇതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുക. അപ്പോൾ RNA polymerase 2 അത് കോഡ് ചെയ്യുന്നത് hnRNA ആണ്. hnRNA. hn means heterogeneous nuclear RNA. ന്യൂക്ലിയസിനുള്ളിൽ കാണുന്ന heterogeneous ആയിട്ട് RNA. എന്താണെന്ന് അറിയാമോ? ഈ RNA-യിലാണ് mRNA ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് പറയാം hnRNA is precursor of mRNA എന്ന് പറയാം. hnRNA is precursor of mRNA. mRNA ഉണ്ടാകുന്നത് ഈ hnRNA-യിൽ നിന്നാണ് mRNA ഫോം ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. hnRNA-യിൽ നിന്നാണ് ഈ mRNA ഫോം ചെയ്യുന്നത്. precursor of mRNA ആണ് hnRNA. ഇനി അടുത്തതാണ് RNA polymerase 3. RNA polymerase 3 ഉണ്ടാക്കുന്നത് ആരെയൊക്കെയാണ്? മെയിൻലി പറയുകയാണെങ്കിൽ tRNA ആണ് മെയിൻലി പ്രൊഡ്യൂസ് ചെയ്യുക. മെയിൻലി പ്രൊഡ്യൂസ് ചെയ്യുന്നത് tRNA ആണ്. tRNA മാത്രമല്ല വേറൊരു RNA ഉണ്ട്, സ്മോൾ ന്യൂക്ലിയർ RNA എന്ന് പറയുന്ന RNA. സ്മോൾ ന്യൂക്ലിയോലാർ RNA എന്ന് പറയുന്ന RNA. സ്മോൾ ന്യൂക്ലിയോലാർ RNA, ന്യൂക്ലിയോലസിനുള്ളിൽ കാണുന്ന സ്മോൾ ന്യൂക്ലിയോലാർ RNA ആണ് snRNA. മാത്രമല്ല അത് ഇവിടെ മാറ്റി വെച്ച 5s RNA ഉണ്ടല്ലോ, അതിനെയും ഉണ്ടാക്കുന്നുണ്ട്. 5s RNA-യും ഉണ്ടാക്കുന്നുണ്ട്. ഇതിന്റെ ഒരു ഫംഗ്ഷൻ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ പറയും. നമ്മൾ പറഞ്ഞു precursor of mRNA ആണ് hnRNA എന്ന് പറഞ്ഞു. hnRNA-യിൽ നിന്നാണ് mRNA ഉണ്ടാകുന്നത്. ഈ hnRNA-യിൽ നിന്നും mRNA ഉണ്ടാകാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ് ഈ snRNA. ഓക്കെ ആണല്ലോ. hnRNA-യിൽ നിന്ന് mRNA ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ് snRNA. അപ്പോൾ ഇതൊക്കെയാണ് ഫസ്റ്റ് ഡിഫറൻസ് പറഞ്ഞത്. പ്രോകാരിയോട്ടിന്റെ കേസിൽ ഈ എല്ലാ RNA-യും mRNA-യും RNA-യും tRNA-യും എല്ലാം ഉണ്ടാക്കുന്നത് ഒരേ ആൾ തന്നെയാണ്. അതാണ് സിംഗിൾ RNA polymerase ഉള്ളൂ. എന്നാൽ യൂക്കാരിയോട്ടിന്റെ കേസിൽ 3 ഡിഫറെന്റ് RNA polymerase ഉണ്ട്. RNA polymerase 1, RNA polymerase 2 and RNA polymerase 3. RNA polymerase 1 ഉണ്ടാക്കുന്നത് 28s RNA, 18s RNA, 5.8s RNA. നമ്മൾ പറഞ്ഞു യൂക്കാരിയോട്ടിന്റെ RNA എന്ന് പറയുന്നത് 4 ഡിഫറെന്റ് RNA-കൾ ചേർത്താണ് 28, 18, 5.8 and 5s RNA. ഇതിൽ 8 ഇല്ലാത്ത 5-നെ മാത്രം ഇവർ ഉണ്ടാക്കുന്നില്ല, ബാക്കി എല്ലാത്തിനെയും ഇവരാണ് RNA polymerase 1 ആണ് ട്രാൻസ്ക്രൈബ് ചെയ്യുന്നത്. അതിന് സെക്കൻഡ് വൺ ആണ് RNA polymerase 2. അവർ ഉണ്ടാക്കുന്ന hnRNA, heterogeneous nuclear RNA എന്നൊരു RNA ആണ്. അത് precursor of mRNA ആണ്. ഇനി അടുത്ത പറയുന്ന RNA polymerase 3 യുടെ കേസാണ്. ഇത് tRNA ഉണ്ടാക്കുന്നത്.
ന്യൂക്ലിയോലർ RNA അല്ലെങ്കിൽ snRNA ആണ്. ഇതാണ് പ്രോകാരിയോട്സിന്റെയും യൂകാരിയോട്സിന്റെയും ട്രാൻസ്ക്രിപ്ഷൻ തമ്മിലുള്ള ഫസ്റ്റ് ഡിഫറൻസ്. ഓക്കെ, നമ്മൾ പ്രോകാരിയോട്ടിക് ട്രാൻസ്ക്രിപ്ഷൻ യൂകാരിയോട്ടിക് ട്രാൻസ്ക്രിപ്ഷൻ തമ്മിലുള്ള ഫസ്റ്റ് ഡിഫറൻസ് പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്താണ് നമ്മളുടെ സെക്കൻഡ് ഡിഫറൻസ് ആണ് നമ്മൾ പറയുന്നത്. സെക്കൻഡ് ഡിഫറൻസ് പറയുന്നതാണ് പ്രോകാരിയോട്ടിക് RNA ഉണ്ടായി കഴിഞ്ഞാൽ അത് ഫർദർ മോഡിഫിക്കേഷൻസ് നടക്കുന്നില്ല പ്രോകാരിയോട്സിൽ. എന്നാൽ യൂകാരിയോട്ടിൽ ട്രാൻസ്ക്രിപ്ഷൻ നടന്നു കഴിഞ്ഞാൽ RNAക്ക് പിന്നീട് മോഡിഫിക്കേഷൻ നടക്കുന്നു. ട്രാൻസ്ക്രിപ്ഷൻ നടന്നു കഴിഞ്ഞുള്ള മോഡിഫിക്കേഷൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്ക്രിപ്ഷൻ നടന്നു കഴിഞ്ഞു പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷണൽ മോഡിഫിക്കേഷൻ ടേക്സ് പ്ലേസ് ഇൻ യൂകാരിയോട്ട്. യൂകാരിയോട്ടിൽ ട്രാൻസ്ക്രിപ്ഷൻ നടന്നു കഴിഞ്ഞ് mRNAക്ക് മോഡിഫിക്കേഷൻ നടക്കുന്നുണ്ട്. എന്നാൽ പ്രോകാരിയോട്ടിൽ ട്രാൻസ്ക്രിപ്ഷൻ നടന്നു കഴിഞ്ഞ് മോഡിഫിക്കേഷൻസ് ഒന്നും mRNAക്ക് നടക്കുന്നില്ല. അതാണ് നമ്മൾ പറയുന്നത് പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷണൽ മോഡിഫിക്കേഷൻ. ട്രാൻസ്ക്രിപ്ഷൻ കഴിഞ്ഞുള്ള മോഡിഫിക്കേഷൻ പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷണൽ modifications takes place in eukaryote. യൂക്കാരിയോട്ടിൽ ഇത് നടക്കുന്നുണ്ട്, എന്നാൽ പ്രോകാരിയോട്സിൽ ഇത് നടക്കുന്നില്ല. ഓക്കെ ആണല്ലോ. പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷൻ മോഡിഫിക്കേഷൻ ടേക്സ് പ്ലേസ് ഇൻ യൂക്കാരിയോട്ട്, നോട്ട് ഇൻ പ്രോകാരിയോട്സ് ആൻഡ് നോട്ട് ഇൻ പ്രോകാരിയോട്സ്. ഓക്കെ ആണല്ലോ. പ്രോകാരിയോട്സിൽ ഇത് നടക്കുന്നില്ല, എന്നാൽ യൂക്കാരിയോട്സിൽ പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷണൽ മോഡിഫിക്കേഷൻ നടക്കുന്നുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പൊ എന്തൊക്കെയാണ് ഈ പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷണൽ മോഡിഫിക്കേഷൻസ് എന്ന് നമുക്ക് നോക്കാം. പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷണൽ മോഡിഫിക്കേഷൻസ് ആണ് നമ്മൾ പറയുന്നത്. ഓക്കെ, എന്തൊക്കെയാണെന്ന് പറയുകയാണ്. പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷണൽ മോഡിഫിക്കേഷൻ മൂന്നെണ്ണമാണ് മെയിൻലി ഉള്ളത്. മെയിൻ ആയിട്ട് മൂന്നെണ്ണമാണ് ഇതിൽ വരിക. ഫസ്റ്റ് വൺ ആണ് ക്യാപ്പിംഗ്, സെക്കൻഡ് വൺ ആണ് ടെയിലിംഗ്, തേർഡ് വൺ ആണ് സ്പ്ലൈസിംഗ്. ഈ മൂന്ന് മോഡിഫിക്കേഷൻ ആണ് യൂക്കാരിയോട്സിന്റെ കേസിൽ RNA നടക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇത് മെയിൻലി നടക്കുന്നത് mRNA-ക്കാണ്. ഇത് നോക്കാം. ഇതിപ്പോൾ RNA ആണ് ഇരിക്കട്ടെ. ഇതിന് 5 പ്രൈം എൻഡ് ഉണ്ടാകും, ഒരു 3 പ്രൈം എൻഡ് ഉണ്ടാകും. ഇതിൽ ക്യാപ്പിംഗ് പറയുകയാണ്. ക്യാപ്പിംഗ് എന്നാൽ ഇവിടേക്ക് ഒരു കോമ്പൗണ്ടിനെ ആഡ് ചെയ്യും. എന്തിനാണ് പറയുകയാണ്? ക്യാപ്പിംഗ് എന്ന് പറയുകയാണ്. ഇവിടേക്ക് ഒരു കോമ്പൗണ്ടിനെ ആഡ് ചെയ്യുകയാണ്. അതിന്റെ പേരാണ് 7-methyl guanosine. 7-methyl guanosine ഈ 5 പ്രൈം എൻഡിലേക്ക് ആഡ് ചെയ്യുന്നു. 7-methyl guanosine ആഡ് ചെയ്യുന്നു. എവിടെയാണ്? at 5 പ്രൈം എൻഡ് ഓഫ് mRNA. mRNA 5 പ്രൈം എൻഡിലേക്ക് ഇവിടേക്ക് 7-methyl guanosine എന്ന് പറഞ്ഞ കോമ്പൗണ്ടിനെ ആഡ് ചെയ്യുന്ന പ്രോസസ് ആണ് ക്യാപ്പിംഗ്. ഓക്കെ ആണല്ലോ. ഇതൊക്കെ എന്തിനു വേണ്ടിയാണ് നടക്കുന്നത്? ക്യാപ്പിംഗും ടെയിലിംഗും സ്പൈസിംഗും ഒക്കെ നടക്കുന്നത് എന്തിനു വേണ്ടി അറിയുമോ? ഇതൊക്കെ നടക്കുന്നത് mRNA-ക്ക് വേണ്ടിയാണ്. mRNA നടക്കുന്നത് എന്തിനു വേണ്ടി അറിയുമോ? ടു മേക്ക് mRNA മോർ സ്റ്റേബിൾ. ഇതിനു വേണ്ടിയിട്ടാണ് ഈ ക്യാപ്പിംഗ്, ടെയിലിംഗ്, സ്പൈസിംഗിന്റെ ഫംഗ്ഷൻ ടു മേക്ക് mRNA മോർ സ്റ്റേബിൾ. mRNA മോർ സ്റ്റേബിൾ ആക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഫംഗ്ഷൻ. ഓക്കെ ആണല്ലോ. ക്യാപ്പിംഗ് ആയിക്കോട്ടെ, ടെയിലിംഗ് ആയിക്കോട്ടെ, സ്പൈസിംഗ് ആയിക്കോട്ടെ, ഇതൊക്കെ നടക്കുന്നത് mRNA-ക്കാണ്. അതിന്റെ ഫംഗ്ഷൻ mRNA മോർ സ്റ്റേബിൾ ആക്കുക എന്നുള്ളതാണ്. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ ക്യാപ്പിംഗ് പഠിച്ചു കഴിഞ്ഞു. 5 പ്രൈം എൻഡിലേക്ക് 7-methyl guanosine ആഡ് ചെയ്യുന്ന പ്രോസസ് ആണ് ക്യാപ്പിംഗ്. ഇനി ടെയിലിംഗ് പറയുകയാണ്. പാൽ ആഡ് ചെയ്യുന്ന പ്രോസസ്. അതായത് അത് 3 പ്രൈം എൻഡിലേക്കാണ്. അഡിനിലിക് ആസിഡ് ഉണ്ടല്ലോ, അഡിനിന്റെ ന്യൂക്ലിയോടൈഡിനെ വിളിക്കുന്ന പേരാണ് അഡിനിലിക് ആസിഡ്. അങ്ങനെ ഒരുപാട് അഡിനിലിക് ആസിഡിനെ ആഡ് ചെയ്യുന്നു. അതിന് പോളി അഡിനിലിക് ആസിഡിനെ ആഡ് ചെയ്യുന്നതാണ് അഡിനിലേഷൻ. 3 പ്രൈം എൻഡിലേക്ക് ഒരുപാട് അഡിനെ ആഡ് ചെയ്യും. ഒരുപാട് എത്ര അറിയാമോ? അറൗണ്ട് 200 to 300 അഡിനിൻ ന്യൂക്ലിയോടൈഡ്സിനെ ആഡ് ചെയ്യും. അങ്ങനെ വാല് പോലെ ഉണ്ടാക്കി വെക്കും. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പോളി എ ടെയിൽ. പോളി എ ടെയിൽ ഉണ്ടാക്കുന്നു. ഓക്കെ ആണല്ലോ. പോളി അഡിനിലിക് ആസിഡ് ഉള്ള ടെയിൽ ഉണ്ടാക്കുന്നു. ഓക്കെ ആണല്ലോ. നമ്മൾ ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് പോളി അഡിനിലേഷൻ. ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് പോളി അഡിനിലേഷൻ. പോളി അഡിനിലേഷൻ ആണ് സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത്. എവിടെയാണ് നടക്കുക? അറ്റ് 3 പ്രൈം എൻഡിലാണ്. അറ്റ് 3 പ്രൈം എൻഡിലാണ്. 3 പ്രൈം എൻഡിൽ ഒരു പോളി എ ഉള്ള വാൽ, പോളി എ ടെയിൽ ഉണ്ടാക്കിയെടുക്കുന്നു. ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് പോളി അഡിനിലേഷൻ. അഡിനിലിക് ആസിഡിനെ ഒരുപാട് എണ്ണത്തിനെ ആഡ് ചെയ്യും.
300 അത്രയും അഡിനിലിക് ആസിഡിനെ ആഡ് ചെയ്യും. എവിടെയാണ്? 3 പ്രൈം എൻഡിലേക്ക്. ഇതിനെയാണ് ടെയിലിംഗ് എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇത് നമ്മൾ പറഞ്ഞതാണ് സ്പ്ലൈസിംഗ് പറയുകയാണ്. സ്പ്ലൈസിംഗ് എന്ന് പറയുകയാണ് ഇതിന്റെ ഉള്ളിൽ കുറച്ച് നോൺ കോഡിംഗ് റീജിയൻസും കൂടി ഉണ്ടായേക്കാം. ആ നോൺ കോഡിംഗ് റീജിയൻസിനെ വിളിക്കുന്ന പേരാണ് ഇൻട്രോൺസ്. അപ്പൊ ആർഎൻഎയ്ക്കുള്ളിൽ നോൺ കോഡിംഗ് റീജിയൻസ് ഉണ്ടാവാം, കോഡിംഗ് റീജിയൻസ് ഉണ്ടാവാം. ഓക്കെ ആണല്ലോ. ഈ കോഡിംഗ് റീജിയൻസിനെ വിളിക്കുന്ന പേരാണ് എക്സോൺ എന്നും നോൺ കോഡിംഗ് റീജിയൻസിനെ വിളിക്കുന്ന പേരാണ് ഇൻട്രോൺസ് എന്നും വിളിക്കുന്നത്. എന്താ പറയുമ്പോൾ വിളിക്കുന്നത്? ഇതിപ്പോ ഒരു സെല്ലാണെന്നിരിക്കട്ടെ, ഇതായിട്ട് ന്യൂക്ലിയസ് ആണെന്നിരിക്കട്ടെ. അപ്പൊ ഇതിന്റെ ഉള്ളിലായിട്ട് ന്യൂക്ലിയസിനുള്ളിലാണ് ട്രാൻസ്ക്രിപ്ഷൻ നടന്ന ആർഎൻഎ ഉണ്ടാവുന്നത്. ന്യൂക്ലിയസിന്റെ ഉള്ളിലാണ്. ആ ആർഎൻഎ മൂവ് ചെയ്ത് സൈറ്റോപ്ലാസത്തിലേക്ക് വരും. ഓക്കെ ആണല്ലോ. പ്രോട്ടീൻ സിന്തസിസ് നടക്കാൻ വേണ്ടി സൈറ്റോപ്ലാസത്തിൽ വെച്ചാണ് പ്രോട്ടീൻ സിന്തസിസ് നടക്കുക. അങ്ങനെ പ്രോട്ടീൻ സിന്തസിസ് നടത്താൻ വേണ്ടി സൈറ്റോപ്ലാസത്തിലേക്ക് വരും. ഈ വരുന്ന സമയത്ത് ഈ mRNA-നും നോൺ കോഡിംഗ് പോർഷൻസിനെ കട്ട് ചെയ്യും. എന്നിട്ട് കോഡിംഗ് പോർഷൻസിനെ മാത്രം ജോയിൻ ചെയ്ത് പുറത്തേക്ക് വിടും. ഈ പ്രോസസ്സാണ് സ്പ്ലൈസിംഗ്. ഓക്കെ ആണല്ലോ. നോൺ കോഡിംഗ് ആയിട്ടുള്ള റീജിയൻസിനെ കട്ട് ചെയ്ത് റിമൂവ് ചെയ്യും. എന്നിട്ട് കോഡിംഗ് റീജിയൻസിനെ ജോയിൻ ചെയ്ത് നേരെ വെളിയിലേക്ക് വിടും. അങ്ങനെ എക്സോയിലേക്ക്, ന്യൂക്ലിയസിന്റെ എക്സോ മീൻസ് വെളിയിലേക്ക്, ന്യൂക്ലിയസിന്റെ എക്സോയിലേക്ക് വിടുന്നവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് എക്സോൺസ്. അപ്പൊ എക്സോൺസ് എന്താണ്? ഇതിനെ വെളിയിലേക്ക് വിടുന്നത് പ്രോട്ടീനെ സിന്തസിസ് ചെയ്യാൻ വേണ്ടി. അപ്പൊ നമുക്കറിയാം എക്സോൺസ് എന്തായിരിക്കും? പ്രോട്ടീൻ സിന്തസിസ് ചെയ്യാൻ വേണ്ടി പോകുന്നവരാണ്. പ്രോട്ടീനെ കോഡ് ചെയ്യുന്ന റീജിയൻ ആണ് അവർ, കോഡിംഗ് റീജിയൻസ് ആണ്. ഓക്കെ ആണല്ലോ. അപ്പൊ എക്സോൺസ് കോഡിംഗ് റീജിയൻ ആണ്. കാര്യം എന്താ? ന്യൂക്ലിയസിന്റെ ഉള്ളിൽ നിന്ന് കട്ട് ചെയ്ത് അവരെ എക്സോയിലേക്ക് വിടുന്നു. എന്തിനു വേണ്ടി? പ്രോട്ടീൻ സിന്തസിന് വേണ്ടിയിട്ട്. അങ്ങനെ പ്രോട്ടീനെ കോഡ് ചെയ്യുന്ന റീജിയൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? എക്സോൺസ് എന്ന് വിളിക്കുക. എന്നാൽ പ്രോട്ടീനെ കോഡ് ചെയ്യാത്ത റീജിയൻസിനെ, അതിന്റെ ഇടയിലുള്ള ഇന്റർവീനിങ് ആയിട്ടുള്ള റീജിയൻസിനെ വിളിക്കുന്ന പേരാണ് ഇൻട്രോൺ. ഇന്റർവീനിങ് മീൻസ് ഇടയിൽ കിടക്കുന്ന റീജിയൻസ്. എക്സോൺസിന്റെ ഇടയിൽ കിടക്കുന്ന റീജിയൻസിനെ വിളിക്കുന്ന പേരാണ്. അപ്പൊ ഇതൊക്കെയാണ് എക്സോൺസ്. എങ്കിൽ ഇതിന്റെ ഇടയിൽ കിടക്കുന്ന റീജിയൻസിനെ വിളിക്കുന്ന പേരാണ് ഇൻട്രോൺസ്. ഓക്കെ. അപ്പൊ ഇതൊക്കെ എന്തായിരിക്കും? ഇൻട്രോൺസ് ആയിരിക്കും. ഇതിന്റെ ഇടയിൽ കിടക്കുന്ന റീജിയൻസിനെ വിളിക്കുന്ന പേരാണ് ഇൻട്രോൺ. അപ്പൊ എക്സോൺ എന്താണ്, ഇൻട്രോൺ എന്താണെന്ന് മനസ്സിലായല്ലോ. കോഡിംഗ് റീജിയൻ. കോഡിംഗ് റീജിയൻ എക്സോൺ എന്നാണ് പറയുന്നത്, ഇൻട്രോൺ എന്നാണ് പറയുന്നത് എന്നുള്ള ഡൗട്ട് വരരുത്. കാര്യം ഇതൊക്കെ ഉണ്ടാകുന്നത് ന്യൂക്ലിയസിന്റെ ഉള്ളിലാണ് ആർഎൻഎ ഉണ്ടാകുന്നത്. എന്നാൽ പ്രോട്ടീൻ സിന്തസിന് വേണ്ടി mRNA നേരെ സൈറ്റോപ്ലാസത്തിലേക്ക് വിടും. കാര്യം റൈബോസോം ആണ് പ്രോട്ടീനെ സിന്തസൈസ് ചെയ്യുക. അപ്പൊ ഈ ആർഎൻഎ വെളിയിലേക്ക് വരും. വെളിയിലേക്ക് പോകുന്നവരാരായിരിക്കണം? ഉറപ്പായിട്ടും കോഡ് ചെയ്യുന്നവരായിരിക്കും അല്ലേ? പ്രോട്ടീൻ ഉണ്ടാകാൻ വേണ്ടി പോകുന്നത് പ്രോട്ടീൻ കോഡിംഗ് റീജിയൻസ് ആയിരിക്കും. അവരാണ് എക്സോയിലേക്ക് പോകുക, ന്യൂക്ലിയസിന്റെ എക്സോയിലേക്ക് പോകുക. എക്സോയിലേക്ക്, ന്യൂക്ലിയസിന്റെ എക്സോയിലേക്ക്, ന്യൂക്ലിയസിന്റെ വെളിയിലേക്ക് പോകുന്നവരെ വിളിക്കുന്ന പേരാണ് എക്സോൺസ്. അപ്പൊ എക്സോൺസ് ആർ കോഡിംഗ് റീജിയൻസ്, while introns are non-coding regions. Okay ആണല്ലോ. എക്സോൺസ് ആർ കോഡിംഗ് റീജിയൻ ആൻഡ് ഇൻട്രോൺസ് ആർ non-coding region. ഇവിടെ എക്സോൺസിനെ ജോയിൻ ചെയ്ത് ഇൻട്രോൺസിനെ റിമൂവ് ചെയ്തിട്ട് എക്സോൺസിനെ ജോയിൻ ചെയ്യും. അതിനെ വിളിക്കുന്ന പേരാണ് റിമൂവൽ ഓഫ് ഇൻട്രോൺസ് ആൻഡ് ജോയിനിങ് ഓഫ് എക്സോൺസ്. അതിനെ വിളിക്കുന്ന പേരാണ് സ്പ്ലൈസിംഗ്. അങ്ങനെ സ്പ്ലൈസിംഗ് കഴിഞ്ഞിട്ട് ചെറിയൊരു ആർഎൻഎ ആയിരിക്കും ഉണ്ടാവുക. അതിന്റെ അവരെങ്കിൽ 5 പ്രൈം എൻഡിൽ 7 മീഥൈൽ ഗുവാനോസിന്റെ ഗ്യാപ്പ് ഉണ്ടാകും. 3 പ്രൈം എൻഡിൽ പോളി എ ടെയിൽ ഉണ്ടാകും. പോളി അഡിനിലിക് ആസിഡിന്റെ ഒരു ടെയിൽ ഉണ്ടാകും. ഇതാണ് പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷൻ മോഡിഫിക്കേഷൻ. യൂക്കാരിയോട്സിൽ മാത്രമേ നടക്കുന്നുള്ളൂ, പ്രോകാരിയോട്സിൽ നടക്കുന്നില്ല. ഓക്കെ ആണല്ലോ. പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷൻ മോഡിഫിക്കേഷന്റെ ഫംഗ്ഷൻ ആർഎൻഎ മോർ സ്റ്റേബിൾ ആക്കുക എന്നുള്ളതാണ്. ക്യാപ്പിംഗ് ഉണ്ട്, ടെയിലിംഗ് ഉണ്ട്, സ്ലൈസിംഗ് ഉണ്ട്. ക്യാപ്പിംഗ് നടക്കുന്നത് 5 പ്രൈം എൻഡിലേക്കാണ്. 7 മീഥൈൽ ഗുവാനോസ് എന്ന് പറഞ്ഞ കോമ്പൗണ്ടിനെ ആഡ് ചെയ്യുന്ന പ്രോസസ്സാണ് ക്യാപ്പിംഗ്. ടെയിലിംഗ് പറയുകയാണ്. ടെയിലിംഗ് നടക്കുന്നത് 3 പ്രൈം എൻഡിലാണ്. പോളി അഡിനിലിക് ആസിഡ്, അഡിനിന്റെ ന്യൂക്ലിയോടൈഡ് ആണ് അഡിനിലിക് ആസിഡ്. അതിനെ ഒരുപാട് എണ്ണത്തിനെ ആഡ് ചെയ്യുന്നു. ഒരുപാട് എന്ന് പറയുമ്പോൾ 200 to 300 അത്രയും അഡിനിലിക് ആസിഡിനെ ആഡ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് പോളി അഡിനിലേഷൻ. അത് നടക്കുന്നത് 3 പ്രൈം എൻഡിലേക്കാണ്. ദാറ്റ് പ്രോസസ് ഈസ് കോൾഡ് ആസ് ടെയിലിംഗ്. അടുത്ത മൂന്നാമത്തെ പ്രോസസ് സ്പ്ലൈസിംഗ്. സ്പ്ലൈസിംഗിന്റെ സമയത്ത് ഈ ഇൻട്രോൺസിനെ റിമൂവ് ചെയ്ത് കളയും. ഇൻട്രോൺസ് ആർ നോൺ കോഡിംഗ് റീജിയൻസ്. അതിനെ റിമൂവ് ചെയ്ത് കളഞ്ഞിട്ട് കോഡിംഗ് റീജിയൻസ് ആയിട്ടുള്ള എക്സോൺസിനെ ജോയിൻ ചെയ്യുന്നത് സൈറ്റോപ്ലാസത്തിലേക്ക് വിടുന്ന ഈ പ്രോസസ്സാണ് സ്പ്ലൈസിംഗ്. ഇതിന്റെ ഫംഗ്ഷൻ ടു മേക്ക് ആർഎൻഎ mRNA മോർ സ്റ്റേബിൾ. ഇത് യൂക്കാരിയോട്സിൽ മാത്രമേ നടക്കുന്നുള്ളൂ, പ്രോകാരിയോട്സിൽ നടക്കുന്നില്ല. നമ്മൾ പ്രോകാരിയോട്സിന്റെയും യൂക്കാരിയോട്സിന്റെയും ട്രാൻസ്ക്രിപ്ഷൻ ഡിഫറൻസ് 2 കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഫസ്റ്റ് പറഞ്ഞാണ് only 1 RNA polymerase is involved in prokaryotes, while 3 RNA polymerase are involved in eukaryotes. രണ്ടാമത്തെ പറഞ്ഞാണ് യൂക്കാരിയോട്സിൽ പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷൻ
ട്രാൻസ്ക്രിപ്ഷണൽ മോഡിഫിക്കേഷൻസ് നടക്കുന്നുണ്ട്, എന്നാൽ പ്രോകാരിയോട്ടിൽ പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷണൽ മോഡിഫിക്കേഷൻസ് നടക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. ഇനി മൂന്നാമത്തെ പോയിന്റ് പറയുന്നതാണ് പ്രോകാരിയോട്സിന്റെ കേസിൽ ട്രാൻസ്ക്രിപ്ഷനും ട്രാൻസ്ലേഷനും കപ്പിൾഡ് ആണ്, രണ്ടും ഒരുമിച്ച് നടക്കും. ട്രാൻസ്ക്രിപ്ഷൻ നടന്നാൽ ഉടനെ തന്നെ ട്രാൻസ്ലേഷൻ നടക്കും. എവിടെ? പ്രോകാരിയോട്സിൽ. എന്നാൽ യൂകാരിയോട്സിൽ അങ്ങനെയല്ല. എന്തുകൊണ്ടാണ് നമ്മൾ പറയുകയാണ്? അതാണ് നമ്മൾ പറയുന്നത് ട്രാൻസ്ക്രിപ്ഷൻ ആൻഡ് ട്രാൻസ്ലേഷൻ ആർ കപ്പിൾഡ് ഇൻ പ്രോകാരിയോട്സ്. മൂന്നാമത്തെ ഡിഫറൻസ് പറയുന്നതാണ് ട്രാൻസ്ക്രിപ്ഷൻ ആൻഡ് ട്രാൻസ്ലേഷൻ. ട്രാൻസ്ക്രിപ്ഷൻ ആൻഡ് ട്രാൻസ്ലേഷൻ. ട്രാൻസ്ലേഷൻ എന്ന് പറയുമ്പോൾ പ്രോട്ടീൻ സിന്തസിസ് ആണ്. ഈ ട്രാൻസ്ക്രിപ്ഷൻ ട്രാൻസ്ലേഷൻ കപ്പിൾഡ് ആണ്. They are coupled in prokaryotes. എന്നാൽ യൂകാരിയോട്സിൽ അങ്ങനെയല്ല. ഓക്കെ ആണല്ലോ. ഇത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഇപ്പൊ പ്രോകാരിയോട്സിന്റെ കേസിൽ ട്രാൻസ്ക്രിപ്ഷനും ട്രാൻസ്ലേഷനും രണ്ട് നടക്കുന്നത് ന്യൂക്ലിയസ് ഇല്ല പ്രോകാരിയോട്സിന്റെ കേസിൽ. അപ്പൊ അവർക്ക് ട്രാൻസ്ക്രിപ്ഷനും ട്രാൻസ്ലേഷനും രണ്ടും നടക്കുന്നത് സൈറ്റോപ്ലാസത്തിലാണ്. എന്നാൽ യൂകാരിയോട്സിന്റെ കേസിൽ ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നത് ന്യൂക്ലിയസിലാണ്. എന്നിട്ട് അതിന്റെ മോഡിഫിക്കേഷൻ ഒക്കെ കഴിഞ്ഞ് ഇത് സൈറ്റോപ്ലാസത്തിൽ വരണം, ഈ RNA mRNA. എന്നാൽ മാത്രമേ mRNA ട്രാൻസ്ലേഷൻ നടക്കുകയുള്ളൂ. കാര്യം രണ്ടും നടക്കുന്നത് രണ്ട് കമ്പാർട്ട്മെന്റിലാണ്. എന്തുകൊണ്ടാണ്? കാര്യം ട്രാൻസ്ക്രിപ്ഷനും ട്രാൻസ്ലേഷനും ഇത് രണ്ടും ടേക്സ് പ്ലേസ് ഇൻ സെയിം കമ്പാർട്ട്മെന്റ്. ബാക്ടീരിയയുടെ കേസിൽ രണ്ടും നടക്കുന്നത് സൈറ്റോപ്ലാസത്തിലാണ്. ടേക്സ് പ്ലേസ് ഇൻ സെയിം കമ്പാർട്ട്മെന്റ്. സെയിം കമ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോൾ ഏതാണ് കമ്പാർട്ട്മെന്റ്? സൈറ്റോപ്ലാസം ആണ്. അതായത് സൈറ്റോപ്ലാസം വെച്ചാണ് നടക്കുന്നത്. എവിടെ? ഇൻ പ്രോകാരിയോട്സ്. പ്രോകാരിയോട്സിന്റെ കേസിൽ ഇത് നടക്കുന്നത് രണ്ടും നടക്കുന്നത് സൈറ്റോപ്ലാസം ആണ്. ട്രാൻസ്ക്രിപ്ഷൻ ട്രാൻസ്ലേഷൻ രണ്ടും നടക്കുന്നത് സൈറ്റോപ്ലാസം ആണ്. അതുകൊണ്ട് അത് കപ്പിൾഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. എന്നാൽ ഇൻ യൂകാരിയോട്സിന്റെ കേസിൽ ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നത് ന്യൂക്ലിയസിലും ട്രാൻസ്ലേഷൻ നടക്കുന്നത് സൈറ്റോപ്ലാസത്തിലുമാണ്. എവിടെയാണ്? യൂകാരിയോട്സ്. ഓക്കെ ആണല്ലോ. പ്രോകാരിയോട്സിൽ രണ്ടും നടക്കുന്നത് സെയിം കമ്പാർട്ട്മെന്റിലാണ്. എന്നാൽ യൂകാരിയോട്സിൽ രണ്ടും നടക്കുന്നത് ഡിഫറെന്റ് കമ്പാർട്ട്മെന്റിലാണ്. അതായത് ഒന്നിലും ന്യൂക്ലിയസിലാണ് നടക്കുക, ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നത് ന്യൂക്ലിയസിലാണ്, ട്രാൻസ്ലേഷൻ നടക്കുന്നത് സൈറ്റോപ്ലാസത്തിലാണ്. പ്രോകാരിയോട്ടിന്റെ കേസിൽ രണ്ടും നടക്കുന്നത് സൈറ്റോപ്ലാസത്തിലാണ്. അതുകൊണ്ട് കപ്പിൾഡ് ആവാൻ കഴിയും. എന്നാൽ യൂകാരിയോട്ടിന്റെ കേസിൽ കപ്പിൾഡ് ആവാൻ കഴിയില്ല. ഇത് മൂന്നെണ്ണമാണ് പ്രോകാരിയോട്സിന്റെയും യൂകാരിയോട്സിന്റെയും തമ്മിലുള്ള ട്രാൻസ്ക്രിപ്ഷനിലെ ഡിഫറൻസുകൾ.